ഈശോയ്ക്കും വർക്കിച്ചിട്ട് ഇപ്പൊ നേരം വെളുത്തേ ഉള്ളൂ. ഇന്നലെ കുടിച്ച കള്ളിന്റെ കട്ട ഇറങ്ങിയത് ഇപ്പോഴല്ലേ? അതെ അതെ അതെ. ഇവർക്കിപ്പോ നേരത്തെ എണീറ്റിട്ട് പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ. അടിച്ചടിച്ച് കൃഷ്ണി പോകാതെ നോക്കിക്കോണേ. ആശാനെ ഒന്നും ഇങ്ങോട്ട് വന്നേ. ആശാനെ ഇത്ര മതിയോ? എനിക്കിട്ട് പണിയാതെ വണ്ടിക്കിട്ട് പണിഞ്ഞാ പോരെ? അതെ, ഉള്ള കാശ് പോയി എടുത്തോണ്ട് പോകല്ലേ, എനിക്ക് ചരക്കെടുക്കാനുള്ളതാ. ഇതിപ്പോ അലക്കാരൻ്റെ കയ്യിൽ നിന്ന് ഷർട്ട് വാങ്ങിച്ചിട്ട് പോലെ ഉണ്ടല്ലോ. എന്റെ പൊന്ന് ചന്ദ്ര, ഇന്ന് എല്ലാം ശരിയാക്കാം. ചരക്ക് നമുക്ക് നാളെ എടുക്കാം, പോരെ? പോരെങ്കിലും അത് മതി. ഉരുളക്കിഴങ്ങര, തക്കാളി ഒന്ന്. കൃഷ്ണയോട് അറിഞ്ഞിരിക്കാതെ. അവന്റെ കട, അവന്റെ കാശ്, അവന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. എന്റെ ചേട്ടൻ നടന്ന് അപ്പനുണ്ടാക്കിയ മുഴുവൻ നശിപ്പിച്ചു. ഇനി ഇതൂടെ പോയ പിന്നെ ഞാൻ പട്ടിണിയാവും, അറിയോ? ചേച്ചിയാ സഞ്ചിക്ക് എടുക്ക്. അസൽ പ്രമാണം രണ്ടാം കക്ഷി കണ്ട് ബോധ്യപ്പെട്ടതുകൊണ്ട് കോപ്പി വെച്ചാണ് എഗ്രിമെന്റ് തയ്യാറാക്കിയിരിക്കുന്നത്. ആ കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ നേരത്തെ ധാരണയിലെത്തിയതല്ലേ? എന്നാലും എല്ലാത്തിനും ഒരു വ്യക്തത വേണമല്ലോ. ധാരണ പ്രകാരം 2 മാസത്തെ കാലാവധി വെച്ച് ഡിസംബർ 16-ന് മുമ്പ് തീറാധാരം നടത്താമെന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. എന്നാ പിന്നെ വായിച്ചു കേട്ടത് കൊണ്ട് ഒപ്പിട്ട ഇതങ്ങ് കഴിയും. അതങ്ങോട്ട് കൊടുത്തേ. ഞാൻ വെച്ചേക്കാല്ലേ? അപ്പൊ രണ്ടുപേരും ഒന്ന് എഴുന്നേറ്റ് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഈശ്വരനെ ഓർത്ത്. ശരി. അപ്പൊ ഇത് 5 ലക്ഷം രൂപയുണ്ട്. എല്ലാ ഐശ്വര്യം ഉണ്ടാകട്ടെ. ഓ ഇറങ്ങിക്കോട്ടെ. ഇറങ്ങാം. ശരിയല്ലേ? ശരിയാ. ഓക്കെ, ഡോക്ടറെ നമുക്ക് കാണാം. ഓ ചേട്ടായി, എന്നാ ശരി. എന്നാ പിന്നെ നമ്മളവിടെ ഇരിക്കുമല്ലേ? പിന്നെ അടിക്കണം. സതീഷ, ഓക്കെ ഓക്കെ ഓക്കെ. ചേട്ടാ, അമ്മയും അച്ഛനും പറഞ്ഞു ഡ്രസ്സ് എടുക്കാൻ നമ്മൾ രണ്ടുപേരും മാത്രം പോയാൽ മതിയെന്ന്. എപ്പോഴാ പോണ്ടേ? ഇതാണ് ഇത്ര വലിയ കാര്യം. തലേന്ന് എടുത്താലും മതി. നിശ്ചയമല്ലയോ, കല്യാണമൊന്നുമല്ലല്ലോ. നിങ്ങൾക്ക് വലിയ കാര്യമൊന്നുമല്ലായിരിക്കാം, പക്ഷെ ഒരു പെണ്ണിനെ സംബന്ധിച്ച് ഇതൊരു വലിയ കാര്യം തന്നെ. ഇയാൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ അതങ്ങ് പറഞ്ഞാൽ മതി. എന്നാ പിന്നെ നീ എല്ലാത്തിനും ഒറ്റയ്ക്ക് പൊക്കോ. ടെസ്റ്റ് എഴുതാൻ പോവാനും സ്കൂളിൽ വിടാനും എന്നെ വിളിച്ചേക്കല്ലേ. ആയിക്കോട്ടെ, വിളിക്കുന്നില്ല, പോരെ. ഇതാണ് അനുഭവമുള്ളവർ പറയുന്നത്, പ്രേമിച്ചേക്കല്ലെന്ന്. പ്രേമിച്ചാ പിന്നെ പെണ്ണിനെ എല്ലാത്തിനും അങ്ങ് അവകാശ. ആര് പറഞ്ഞു പ്രേമിക്കാൻ? എന്റെ പുറകെ നടന്ന് കെഞ്ചിയിട്ടല്ല ഞാൻ സമ്മതിച്ചത്. ഇപ്പൊ ഞാൻ കുറ്റക്കാരി. അല്ലേലും അതങ്ങനെയാണല്ലോ. ഏടി, അതൊരു 15 വയസ്സുകാരന്റെ മനസ്സിലായിരുന്നോ? പിന്നല്ലേ മനസ്സിലായത് ഈ ലോകത്ത് എത്രയോ നല്ല പെൺകുട്ടികളുണ്ടായിരുന്നു. ഇപ്പോഴും സമയം വൈകിട്ടില്ല. നല്ലപോലെ ആലോചിച്ച് തീരുമാനിച്ചാ മതി. ഞാൻ വെക്കുക. പോയാ ആര് പോയാലും ഇല്ലെങ്കിലും എനിക്ക് എന്റെ ഡ്രസ് വേണം. ഒന്ന് പൊടി. ഇത് കുറെ ഉണ്ടല്ലോ. അല്ല, 1-2 റാങ്ക് ലിസ്റ്റ് ഉള്ളതല്ലേ, ഇതൊക്കെ നിർത്തിക്കൂടെ? ഇതേ അതിനേക്കാളും നല്ലതാ. ചേട്ടാ, ഇതിലൊന്നൊപ്പിട്ടെ. ഇത് വെഹിക്കിൾ ഇൻസ്പെക്ടറിനുള്ളതാ. വേണോ? വേണം. ഇപ്പൊ ഡിപ്ലോമക്കാരെയും വിളിച്ചിട്ടുണ്ട്. വർക്ക്ഷോപ്പും കൊണ്ട് ഇന്നിങ്ങനെ നടന്നാൽ മതിയോ? വേറെ എന്തിനെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അയക്കത്തൂല. ഇത് പിന്നെ വണ്ടിയേറ്റ് ബന്ധമുള്ള കാര്യമായത് കാരണം വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. അയക്ക് ഇപ്പൊ കിട്ടും. ഇത് വേണ്ട? അതെടുത്തോ. എടി, സ്വന്തം കഴിവിൽ വിശ്വാസമുള്ളവർക്ക് സർക്കാർ ജോലിന്നോ പ്രൈവറ്റ് ജോലിന്നോ ഇല്ല. പക്ഷെ നിന്നെ പോലെ ജീവിതത്തിൽ ഒട്ടും റിസ്ക് എടുക്കാത്തവർക്കാണ് ഈ സർക്കാർ ജോലി. ചേട്ടൻ എന്നാ പറഞ്ഞാലും ഈ സർക്കാർ ജോലി എന്ന് പറയുന്നത് ലൈഫിന് നല്ലൊരു ഗ്യാരണ്ടി തന്നെയാണ്. എന്റെ അച്ഛനമ്മയ്ക്ക് സർക്കാർ ജോലി ഉള്ളതുകൊണ്ടാണല്ലോ ഞങ്ങൾ ഇത്ര നാളും ജീവിച്ചു പോയത്. വെറുതെ ജീവിച്ചു പോകാനൊന്നും കിട്ടില്ല. നിന്നെ പോലുള്ളവർക്ക് ഒരു തോന്നലുണ്ട് ഈ നാട്ടിൽ സർക്കാർ ജോലിക്കാരും ദുബായിക്കാരും മാത്രമേ ജീവിക്കുന്നുള്ളൂ. എന്നെ പോലെ കഷ്ടപ്പെട്ട് പണിയെടുത്ത് ജീവിക്കുന്നവരുണ്ട്. ഹലോ, ഞാൻ ആരാണെന്നെ വിചാരം? മെക്കാനിക്ക്. വേറെ മെക്കാനിക്കല്ല, ഞാൻ വണ്ടികൾ ചികിത്സിക്കുന്ന ഡോക്ടറാണ്. ഒരു ഡോക്ടർ സ്വന്തം പേഷ്യൻസിനെ ചികിത്സിക്കുന്ന പോലെ ഞാൻ എന്റെ വണ്ടികൾ ചികിത്സിക്കുന്നു. സോ വി ഷെയർ ദ സെയിം സ്റ്റേറ്റസ്. എനിക്കിതൊന്നും കേട്ടോണ്ടിരിക്കാൻ വയ്യ. സതീഷ, എന്താ ഇവിടെ? അത് ഇന്നലെ എനിക്ക് രജിസ്റ്റേർഡ് ഉണ്ടായിരുന്നു. അപ്പൊ പോസ്റ്റ്മാൻ വീട്ടിൽ വന്നപ്പോ ഞാൻ ഇല്ലായിരുന്നു. അതൊന്ന് വാങ്ങാന്ന് കൊണ്ട് വന്നതാ. ജയകൃഷ്ണ, ഇതാണോ നീ കെട്ടാൻ പോകുന്ന ആള്? 13-ാം തീയതിയാണ് നിശ്ചയം. മറക്കണ്ട. ഇല്ല, മറക്കത്തില്ല. മോക്കെന്താ പരിപാടി? പൂഞ്ഞാർ സെന്റ് ആന്റണീസിലെ ടെമ്പററി ടീച്ചറാ. ഓ ശരി. എന്നാ സതീഷ, അതെ, ഞാനൊന്ന് വിളിക്കാന്ന് കരുതുന്നു. എനിക്ക് 10 സെന്റ് സ്ഥലമാണ്. വീട് വെക്കാനാണോടാ? നിങ്ങൾക്ക് വേണ്ടിയാ? കഴുത്തേർക്കാത്ത വിലക്ക് അടുത്ത് എവിടെയെങ്കിലും കിട്ടുവാണെങ്കിൽ നന്നായിരിക്കും. ഞാനേ ആദ്യം ഇതൊന്ന് വാങ്ങിക്കട്ടെ. അത് കഴിഞ്ഞിട്ടേ ഞാൻ നിന്നെ വിളിക്കാം. എന്റെ നല്ല 2-3 കേസുകളുണ്ട്. ഓക്കെ, ശരി.
ഞാൻ പറഞ്ഞു വന്നത് എനിക്ക് ഈയിടെ എന്നോട് ഇത്തിരി ബഹുമാന കുറവുണ്ട്. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. കടുപ്പത്തിലൊരു കട്ടൻ. എടാ പോയി ഇതിനെ നീ പാലുകൂടി ഒന്നും നിർത്തിയില്ലേ? ഇതിവിടെ ഇരിക്കട്ടെ. ഇതെന്താ പതിവില്ലാതെ ഈ വഴിക്ക്? എന്തേ ഞാൻ കട്ടൻ കുടിച്ച് ഇറങ്ങൂല്ലേ? അല്ല, ആ കട്ടൻ ഇവിടെ കിട്ടില്ലല്ലോ. അതാ ഞാൻ അങ്ങോട്ട് നടക്കുക. ശരി ശരി ശരി. എന്താ കുഞ്ഞെ? എടാ പോയെ നീ സ്ഥലം നോക്കുന്നുണ്ട് സജീഷൻ പറഞ്ഞായിരുന്നു. അത് ജയശ്രീക്ക് വേണ്ടി നോക്കാം. ഓ ഞാൻ പറ്റിയൊരു പാർട്ടി നോക്കിയിരിക്കുവായിരുന്നു. നിന്നെ കണ്ട സൗകര്യം. എന്നാ സംഭവം? എടാ ഒരു മപ്പ് സംഭവം വന്നിട്ടുണ്ട്. നമുക്കൊരു സ്ഥലം വരെ പോയി. ഇപ്പോഴോ? ആ എടാ ഇപ്പൊ വരാം. എങ്ങോട്ടാ? നീ വാ വണ്ടി എടുക്ക്. കൊമജേ ഇവന്റെ ആശാന്റെയും പൈസ എന്റെ പറ്റിലെഴുതിക്കും. ഏത് പറ്റില്? ഞാൻ തന്നേക്കാം. മിസ്റ്റർ പരേര. ഇത് കൊറേ ഉണ്ടല്ലോ. ഉണ്ടെങ്കിൽ എന്താ? ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. എനിക്കൊരു 10 സെന്റ് മതി. എടാ നിന്റെ വണ്ടി പേപ്പർ ഇരിപ്പുണ്ടോ? പേപ്പർ? എടാ കാര്യമുണ്ട്, നീ പേപ്പർ എടുക്ക്. ഇത് മൊത്തത്തില് 54 സെന്റ്. ഇതാണ് നമ്മൾ നിൽക്കുന്ന പ്ലോട്ട്. 54 സെന്റ്. നിനക്ക് എത്ര വേണ്ടത്? എനിക്ക് 10. 10. എനിക്കും വേണം 10. എന്റെ 10. അപ്പോ 10ഉം 10ഉം 20. മിച്ചം എത്ര ഉണ്ട്? 34. 34 ബാലൻസ്. ജയകൃഷ്ണ നിനക്ക് സെന്റിന് 1 ലക്ഷം രൂപ വെച്ച് കിട്ടിയാല് ഇത് 1.5 മുറച്ച് വിറ്റൂടാ? വിൽക്കാൻ പറ്റും. ആ നിരക്ക് മറച്ചു വെക്കാം. മറിച്ച് വിൽക്കരുത്. നമ്മളിതൊരു 2 രൂപയ്ക്ക് വിൽക്കണം. ഏറ്റവും കുറഞ്ഞത് 1.25. അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മുടെ 20 സെന്റ് നമുക്ക് കാശ് കൊടുക്കാതെ ചുളൂനിങ് പോരും. ഐഡിയ ഒക്കെ കൊള്ളാം. പക്ഷെ ഈ സ്ഥലത്ത് നിന്ന് 2 ലക്ഷം 1.25 ലക്ഷം ഒക്കെ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് കറക്റ്റ്. എടാ നമ്മളത് ഇങ്ങനെ കൊടുത്താലും ഒരിക്കലും കിട്ടൂല. നമ്മളിത് വാങ്ങി വൃത്തിയാക്കി റോഡ് ലെവലാക്കുന്നു. പിന്നെ നമ്മൾ 4 സെന്റ് വഴിക്ക് വിടുന്നു. ബാക്കിയുള്ള 30 സെന്റ് നമ്മൾ 10 സെന്റിന്റെ 3 പ്ലോട്ടുകളാക്കി എടുത്താല് നമ്മൾ ചോദിക്കുന്ന കാശ് കിട്ടും. പരിപാടികളൊക്കെ കൊള്ളാം. പക്ഷേ ഇതൊക്കെ മേടിക്കണമെങ്കിൽ കയ്യിൽ കാശ് വേണം. എന്റെ 10 സെന്റിന്റെ പൈസ പോലും ഫെബ്രുവരി മാസം കൊണ്ട് കയ്യിലാകത്തേ ഉള്ളൂ. എടാ അതിന് നമ്മളിപ്പോ എഴുതിക്കുന്നില്ലല്ലോ. നമ്മൾ തൽക്കാലം ടോക്കൺ കൊടുത്തു നിർത്തും. 6 മാസത്തിന് ശേഷം രജിസ്ട്രേഷൻ. എടാ അതിനു മുമ്പ് നമുക്ക് കച്ചവടമാക്കാം. എടാ റിസ്ക് എടുക്കാണ്ട് കാര്യം നടക്കൂല. ജീവിതത്തിൽ റിസ്ക് എടുത്തിട്ടുള്ളവർ മാത്രമേ ഉയരങ്ങളിൽ എത്തിയിട്ടുള്ളൂ. ഉദാഹരണത്തിന് ബിൽ ഗേറ്റ്സ്, സ്റ്റീവ് ജോബ്സ്. എടാ നിന്റെ പ്രശ്നം എന്താന്ന് വെച്ചാല് നിനക്കെല്ലാം മനസ്സിലാവും. പക്ഷെ എല്ലാം മനസ്സിലാക്കി തരണം. മാത്രമല്ല നിനക്ക് റിസ്ക് എടുക്കാനുള്ള പേടിയുണ്ട്. റിസ്കിന്റെ കാര്യം അവിടെ ഇരിക്കട്ടെ. ആദ്യം ആ ചെറിയാൻ സമ്മതിക്കും നോക്ക്. അല്ലെങ്കിലും ആളൊരു കച്ചറ. എടാ അതിന് ചെറിയാനോടൊക്കെ എന്തിനാ സംഭവം ചോദിക്കുന്നു? അതെ ഈ സ്ഥലം ചെറിയാൻ്റെ അല്ല, നമ്മുടെ മേഖലാത്തെ ജേക്കപ്പച്ചേന്റെയാ. ചെറിയാൻ ചുമ്മാ ഇവിടെ കച്ചവടം നടത്തിയെന്ന് മാത്രമേ ഉള്ളൂ. എടാ അതൊക്കെ സതീശൻ കൈകാര്യം ചെയ്തോളും. ഇങ്ങനത്തെ ഒരു അവസരം നമുക്ക് കിട്ടാൻ പോകുന്നില്ല. അധികം ആലോചിച്ചാൽ ഒന്നും നടക്കില്ല. എടാ നമ്മൾ ഈ പ്രായത്തിൽ റിസ്ക് എടുക്കണ്ടോ? പിന്നെ നോക്കാം. സതീശ വാ. അച്ചായോ ദേ നമ്മുടെ ഇലിഞ്ഞിപ്പാറയിൽ കട നടത്തിക്കൊണ്ടിരുന്ന മരിച്ചുപോയ വർഗീച്ചന്റെ മോനാ ഫിലിപ്പ്. ഇത് പിന്നെ നമ്മുടെ കവലയുടെ അപ്പുറത്തെ വർഷപ്പെടുന്നത് ഈ ജയകൃഷ്ണ. ഞങ്ങൾ വന്നതേ അച്ചായ, ഞങ്ങൾ ഇന്ന് നമ്മുടെ അമ്പാറിലെ സ്ഥലം പോയി കണ്ടായിരുന്നു. ഇവർക്ക് സ്ഥലമൊക്കെ അങ്ങ് ഇഷ്ടപ്പെട്ടു. ഇനി ബാക്കി കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് സംസാരിക്കാൻ വേണ്ടിയാ. അത് ഞങ്ങളുടെ കുടുംബ സ്വത്താണ്. ഞാനിപ്പോൾ അങ്ങോട്ടൊന്നും പോകാറില്ല. അസുഖം വന്നതിന് ശേഷം ഞാൻ പുറത്തേക്കെങ്ങും അധികം ഇറങ്ങാറില്ല. എന്തായിരുന്നു അസുഖം? ലിവർ സിറോസിസാ. വേണുഗോപാലൻ ഡോക്ടറെയാ ഇപ്പൊ കാണിക്കുന്നത്. അച്ചായ സമയം കളയാതെ ആ വില അങ്ങോട്ട് പറ. സതീശൻ അറിയാമല്ലോ, ആ കട ഒരുത്തൻ കത്തിച്ചില്ലായിരുന്നുവെങ്കിൽ ആ ചെറിയാൻ എല്ലാ പ്രാവശ്യം പോലെ ഇതും മുടക്കാൻ വന്നേനെ. എൻ്റെ അപ്പൻ അവിടെ ചായക്കട നടത്താൻ നിസ്സാര വാടകയ്ക്ക് കൊടുത്തതാ. പിന്നെ അവിടെ നിന്ന് അവന് ഒഴിയാണ്ടായി. ഇനിയിപ്പോൾ ഏതായാലും അവൻ്റെ ശല്യം ഉണ്ടാവില്ല. നിങ്ങൾക്കറിയാവുന്ന സ്ഥലമല്ലേ, നിങ്ങൾ മനസ്സിൽ കണ്ട വില പറ. ഞങ്ങൾക്ക് ഒക്കുന്നതാണെങ്കിൽ പറയാം. അല്ല ചായ, സ്ഥലം ഇച്ചാൻ്റെ ആണല്ലോ. അപ്പൊ ഇച്ചാൻ മനസ്സിലൊരു വില കണ്ട് കാണുമല്ലോ. ഞാൻ പ്രതീക്ഷിക്കുന്നത് 1.5. അയ്യോ ഇച്ചായ, അത് കുറച്ച് കൂടുതലാണ് ഈ 1.5 എന്നൊക്കെ പറഞ്ഞാല്. അതെ,
ഞാൻ അന്യായ വിലയൊന്നും അല്ലല്ലോ പറഞ്ഞത്. അതങ്ങനെ നോക്കാതെയും കാണാതെയും കിടക്കുന്നുണ്ടാ. വൃത്തിയാക്കി പ്ലോട്ടായി തിരിച്ചാലേ ചോദിക്കുന്ന വില കിട്ടുമെന്ന് എനിക്കറിയാം. ഇച്ചായ ഇത്രയും സ്ഥലമുള്ളത് കൊണ്ടാണ് ഒക്കാത്തത്. ഞാൻ എൻ്റെ വില പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ കാര്യം പറ. അതെ, ഇങ്ങോട്ടൊന്ന് വന്നേ, നമുക്കൊന്ന് മാറി സംസാരിക്കാം. വാ. ഇച്ചായ ഞങ്ങളൊന്ന് ആലോചിച്ചിട്ട് പറയാം. ആ വാ വാ വാ. അതെ, മുമ്പ് പറഞ്ഞതിനേക്കാളും എന്നാ കയറ്റി വെക്കാൻ പറ്റും? ഒന്ന് ഒന്നിനൊന്നും അയാൾ സമ്മതിക്കത്തില്ല. നീ അതിന് മേലെ വല്ലതും പറഞ്ഞു നോക്ക്. ഒന്നിന് മേലെ എന്നൊക്കെ പറഞ്ഞാല് ഒരു 1:10 നടക്കുമോ? പറഞ്ഞു നോക്കാം. ഇന്ന് തന്നെ ടോക്കൺ തരാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നടക്കുമായിരിക്കും. പിന്നെ അങ്ങനെ പറഞ്ഞാൽ കൊടുക്കാൻ വല്ലതും കയ്യിലുണ്ടോ? ഫണ്ട്സ് അല്ലേ? അത് റെഡിയാക്കാം. ഉണ്ടോ? അതെ, ഇത് മറച്ചു വെക്കാൻ പറ്റൂലല്ലോ. ഞാനൊരു കാര്യം പറയാം. ഇപ്പോഴത്തെ മാർക്കറ്റുകളെ കുറിച്ച് ഇവർക്ക് ഒന്നും അറിയത്തില്ല. ഞാൻ നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് മാത്രം പറയുക, നിങ്ങളിത് വിട്ടുകളഞ്ഞാല് നിങ്ങൾ കാണിക്കുന്നത് പുലോക മണ്ടത്തരവാ. സെറ്റാണേ? ആണോ? ഓക്കെ, സെറ്റ്. എന്നാ വാ. അച്ചായ 1:10 നമുക്കിതങ്ങ് ഉറപ്പിക്കാം. ഇപ്പൊ തന്നെ ഒരു ടോക്കൺ അഡ്വാൻസും തരാം. സ്റ്റെല്ലേ, നീ ഇവർക്ക് ചായ കൊടുക്കുക. ചേച്ചി, എനിക്ക് മധുരം കുറച്ച് മതിയേ. എനിക്കെടുക്കണ്ട. എനിക്ക് മധുരം ഒട്ടും ഇടണ്ട. നിങ്ങൾ വന്നപ്പോൾ ഞങ്ങൾ കുരിശു വരയ്ക്കാൻ തുടങ്ങുമായിരുന്നു. ആണല്ലേ? അതൊരു നല്ല ലക്ഷണമായതുകൊണ്ട് നമുക്ക് 1:10 ഉറപ്പിക്കാം. അപ്പോ ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെ? ഈ ചായ 1 രൂപ ഇപ്പൊ ടോക്കൺ ആയിട്ട് അങ്ങ് തരാം. പിന്നെ അഗ്രിമെന്റ് കാര്യം അത് നാളെ മറ്റന്നാളോ സൗകര്യം പോലെ. ചായ ഒരു 6 മാസമുള്ളിൽ നമുക്ക് ആധാരവും നടത്താം. എന്താ പോരെ? മതി. പിന്നെ എഗ്രിമെന്റിന്റെ കാര്യം നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതി കൊണ്ടുപോവാ, ഞാൻ ഒപ്പിട്ട് തരാം. ഈ അവസ്ഥയില് സുഖമില്ലാത്തോണ്ട് എനിക്ക് പുറത്തൊന്നും വരാൻ പറ്റില്ല. എനിക്കാണെങ്കിലേ ഇതിലൊന്നും വിശ്വാസവും ഇല്ല. വാക്കാണ് എനിക്ക് വലുത്. ഞങ്ങൾക്ക് വാക്കാണ് വലുത്. എഴുത്തിൽ ഞങ്ങൾക്ക് വിശ്വാസമൊന്നുമില്ല. അപ്പോ ഇച്ചാനും വേണമെങ്കിൽ ഞങ്ങൾക്കും വേണ്ട, അത്രേ ഉള്ളൂ. ഇപ്പൊ വരാ ചന്ദ്ര. ഇന്നലെ എടുത്ത് 3000 കുറവുണ്ട്, ഒന്നും തികച്ചില്ല. ഓ ജേഷ മോനെ, ഞാൻ എന്താണ്? എടാ ഒരു 3000 ഇങ്ങനത്തെ. എന്തിന്? എടാ ഒരു 3000 കുറവുണ്ടാ നീതാ. ചന്ദ്ര വിട്ടു. ശരി. ചായ ഇതൊന്നുണ്ട്. ചായ സാധാരണ ഇത് കിഴക്ക് പടിഞ്ഞാറാ. അതൊന്നും നോക്കണ്ട, ഇത് ഐശ്വര്യമായിട്ട് അങ്ങ് പിടിച്ചേ. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ. ചേച്ചി ചായ ഗംഭീരം. എന്നാ കാണാം. ശരി. എന്നാ ശരി.